നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കത്തിക്കരിഞ്ഞ് പലയിടത്തായി ചിതറിത്തെറിച്ച് കിടക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ, അത് പെറുക്കിക്കൂട്ടുന്ന ഒരു കൂട്ടം മനുഷ്യർ. ഇതാരുടെയൊക്കെ കൈകളും കാലുകളും മൂക്കുമൊക്കെയാണ്, ഒന്നും മനസ്സിലാകുന്നില്ല. കണ്ണീരണിഞ്ഞുകൊണ്ടാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പലരും പെറുക്കിക്കൂട്ടിയെടുക്കുന്നത്. മറ്റു പല ഭാഗത്തായി പകുതി കരിഞ്ഞ നിലയിലും പൂർണ്ണമായി കത്തി നശിച്ച നിലയിലും കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ. ആശുപത്രിക്കടുത്തേക്ക് അടുക്കാൻ പോലും ആകുന്നില്ല. കത്തിക്കരിഞ്ഞ പച്ച മാംസത്തിൻ്റെ ഗന്ധം. അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ ബാക്കി പത്രമാണ് ഇതൊക്കെ. രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ കണ്ടെത്തിയെങ്കിലും അതിൻ്റെ പല ഭാഗങ്ങളും ചിതറിത്തെറിച്ച് അവിടെ ഇവിടെയായി പോയിട്ടുണ്ട്. അതിലേറ്റവും ദാരുണമായ ചില ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അതായത്, ഈ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ സ്ട്രെച്ചറിലേക്ക് എടുത്തു കയറ്റുമ്പോൾ അടർന്നു വീഴുന്ന കൈയും കാലുകളും ശരീരഭാഗങ്ങളും ഇത് കണ്ട് നിലവിളിക്കുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന മനുഷ്യർ. അത്രത്തോളം ദാരുണമായ വീഡിയോകൾ, ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഉള്ളുലഞ്ഞു പോകുകയാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ പരിസരത്തും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി സൂക്ഷിച്ച സിവിൽ ആശുപത്രിയിലും നിറഞ്ഞു നിൽക്കുന്നത് കത്തിക്കരിഞ്ഞ മനുഷ്യഗന്ധമാണ്. ഒപ്പം തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനെത്തിയ ഉറ്റവരുടെ കാതടപ്പിക്കുന്ന നിലവിളിയും. വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് 6 പേരുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു. പിന്നെ ഉറ്റവരുടെ കൈകളിലേക്ക് അത് ഏൽപ്പിക്കുന്നു. ആ നിമിഷം അത് ഏറ്റുവാങ്ങിയവർ നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു. ആ കരച്ചിലിൽ ഒപ്പം കണ്ണീരണിയാത്ത ആരും ഉണ്ടാകില്ല. അത്രത്തോളം വിങ്ങലുണ്ടാക്കുന്ന നിമിഷങ്ങളാണ്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ ആശുപത്രി കോമ്പൗണ്ടിൽ കണ്ണെത്താ ദൂരത്തോളം ആംബുലൻസുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു വാഹനങ്ങൾക്ക് പ്രവേശന അനുമതി ഉണ്ടായിരുന്നില്ല. തിരിച്ചറിഞ്ഞ 6 പേരുടെ മൃതദേഹങ്ങളാണ് വെള്ളിയാഴ്ച കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത്. 265 മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചത്. മുഖത്ത് പരിക്കില്ലാത്തതിനാൽ 6 പേരെ തിരിച്ചറിഞ്ഞെന്നും ബാക്കി പേരുടെ DNA പരിശോധിക്കണമെന്നും ഇൻസ്പെക്ടർ ചിരാഗ് ഗോസായി വ്യക്തമാക്കിയത്. മരിച്ച 215 പേരുടെ ബന്ധുക്കൾ സാമ്പിളുകൾ നൽകാൻ ആശുപത്രിയെ സമീപിച്ചിട്ടുണ്ട്. DNA സാമ്പിളുകൾ പൊരുത്തപ്പെടുത്തുന്നതിനുള്ള പ്രക്രിയ പൂർത്തിയാക്കാൻ ഏകദേശം 72 മണിക്കൂർ എടുക്കുമെന്നാണ് വിവരങ്ങൾ. ഇതിൽ മറ്റൊരു വേദന ഉണ്ടാക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൃതദേഹം തിരികെ കൊടുക്കുമ്പോൾ ആ മൃതദേഹം പൂർണ്ണമായി ബന്ധുക്കൾക്ക് കൈമാറാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. കാരണം ശരീരഭാഗങ്ങൾ ചിതറിപ്പോയിട്ടുണ്ട് പലയിടത്തേക്കായി. ഇതൊക്കെ ആരുടെയൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നത് വലിയ ഒരു പ്രോസസ്സ് തന്നെയാണ്. എങ്കിലും പൂർണ്ണമായ ഒരു മൃതശരീരമായിട്ട് ആ കുടുംബാംഗങ്ങൾക്ക് കൈമാറാൻ പറ്റില്ലല്ലോ എന്നുള്ള വേദനയാണ് ഡോക്ടർമാരെയും അലട്ടുന്നത്. അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം മുറിക്ക് പുറത്ത് കൽപേഷ് പട്നി എന്ന ഒരു യുവാവിൻ്റെ കരച്ചിലുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സൈബർ ഇടത്തിൽ നിറയുന്നുണ്ട്. അയാളുടെ കരച്ചിൽ കണ്ടു നിൽക്കുന്നവരെ പോലും കണ്ണീരിലാഴ്ത്തുന്നതായിരുന്നു ദൃശ്യങ്ങൾ. വിമാന ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ കൂട്ടത്തിൽ കൽപേഷിൻ്റെ അനുജൻ 14-കാരനായ ആകാശ് ഉണ്ടായിരുന്നു. കത്തിക്കരിഞ്ഞ നിലയിലുള്ള ആകാശിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാനായി കാത്തിരിക്കുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ. എൻ്റെ സഹോദരൻ പോയേ എന്ന് പറഞ്ഞ് കൽപേഷ് ഉച്ചത്തിലാണ് നിലവിളിച്ച് കരയുന്നത്. പക്ഷേ ഇതിലൊരു കാര്യം എന്താണ് എന്നുള്ളത് വെച്ചാൽ, ലണ്ടനിലേക്കുള്ള ആ വിമാനത്തിലെ യാത്രക്കാരനായിരുന്നില്ല ആകാശ്. വെറും നിർധന കുടുംബത്തിലെ ഒരു കുട്ടി. 14 വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും വിമാനത്തിൽ കയറാനുള്ള സാഹചര്യം ആകാശിന് ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആകാശ് മരിച്ചത് എന്നുള്ളത് പറയുമ്പോൾ ആരുടെയും കണ്ണ് നിറഞ്ഞു പോകും. തലചായ്ക്കാൻ സ്വന്തമായി ഒരു വീട് പോലുമില്ലാത്ത കുഞ്ഞാണ് ആകാശ്. മേഘാനി നഗറിലെ ചേരിയിൽ കഴിഞ്ഞിരുന്ന ആകാശിനെയും കുടുംബത്തെയും വീട്ടുടമസ്ഥൻ 2 ആഴ്ച മുൻപ് ഇറക്കി വിട്ടതിനാൽ BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലുകൾക്ക് സമീപമുള്ള ചെറിയ ചായക്കടയ്ക്ക് ചുറ്റുമായിരുന്നു ആ കുടുംബത്തിന്റെ ജീവിതം. അപകടം നടക്കുമ്പോൾ ചായക്കടയ്ക്ക് എതിർവശത്തുള്ള നടപ്പാതയിൽ കിടന്നുറങ്ങുകയായിരുന്നു ആ 14-കാരൻ. വിമാനം ഇടിച്ചിറങ്ങിയതും ഇതിന് തൊട്ടടുത്തുള്ള ഹോസ്റ്റലിലായിരുന്നു. 4 മെഡിക്കൽ വിദ്യാർത്ഥികളും ഒരു ഡോക്ടറുടെ ഭാര്യയും ഉൾപ്പെടെ യാത്രക്കാരല്ലാത്ത 24 പേരെങ്കിലും മരിച്ചിട്ടുണ്ട്. അവരിൽ ഒരാളായിരുന്നു ആകാശ്. ശബ്ദം കേട്ട് അവൻ ഉണർന്നപ്പോഴേക്കും തീയിൽ പെട്ടുപോയി. പിന്നീട് അവനെ തീഗോളം വിഴുങ്ങി.
ആ സമയത്ത് ചായക്കടയിലുണ്ടായിരുന്ന അമ്മ സീത സുരേഷ് പട്നിക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ആകാശ് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ സീത അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് സീതയുടെ ശരീരത്തിന്റെ വലതുഭാഗത്ത് ഗുരുതരമായി പൊള്ളലേൽക്കുന്നത്. നിലവിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് സീതയും. ആകാശിന്റെ മുത്തശ്ശി ബാബിബെൻ പട്നിയും സങ്കടമടക്കാനാകാതെ പൊട്ടിക്കരയുന്നുണ്ട് ആശുപത്രിക്ക് മുൻപിൽ. കൽപേഷിനെ ആശ്വസിപ്പിക്കുന്നതിനിടയിലും അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. എൻ്റെ പേരക്കുട്ടി കത്തിക്കരിഞ്ഞുപോയി, അവനില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല, അവരെ തിരിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുത്തശ്ശി അലമുറയിട്ട് കരയുന്നത്. അച്ഛൻ ഓട്ടോ ഡ്രൈവറായ സുരേഷ് പട്നിക്ക് ആ സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. മകന്റെ മൃതദേഹം തിരിച്ചറിയാനുള്ള DNA പരിശോധനയ്ക്കായി രക്തസാമ്പിൾ നൽകാനായി എക്സാമിനേഷൻ ഹാളിലേക്ക് പോയതായിരുന്നു. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ രാജ്യത്തിന്റെ ഉള്ളുലയ്ക്കുകയാണ്. ആ കുടുംബത്തിന്റെ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല. ആ വിമാനത്തിൽ അവൻ ഉണ്ടായിരുന്നില്ല, എയർപോർട്ടിനകത്തു പോലും അവൻ ഉണ്ടായിരുന്നില്ല. പുറത്ത് ഇതൊന്നും അറിയാതെ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ ജീവനും വിമാനം കവർന്നെടുത്തത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ വിമാനത്തിന്റെ ഒരു ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. DVRും അപകട സ്ഥലത്തെ സാമ്പിളും ഫോറൻസിക് സംഘവും പരിശോധിക്കുന്നുണ്ട്. പൈലറ്റുമാരുടെ സംഭാഷണം അടങ്ങുന്ന കോക്പിറ്റ് വോയിസ് റെക്കോർഡറിനായും രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിനായും തെരച്ചിൽ തുടരുകയാണ്. NIAയും ഗുജറാത്ത് ATSും അന്വേഷണ സംഘത്തെ സഹായിക്കുന്നുണ്ട്. US-ൽ നിന്നും UK-യിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ച സംഘങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമാകും. അന്വേഷണവുമായി പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N. ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇപ്പോഴും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾക്കായിട്ട് തിരച്ചിൽ തുടരുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 7 സംഘങ്ങൾ നായകളെ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾക്കായി അന്വേഷണം തുടരുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാൻ സാധ്യതയുണ്ട്. സിവിൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി 70ഓളം ഡോക്ടർമാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും വെള്ളിയാഴ്ച ഉച്ചവരെ 6 മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകാനായത്. DNA പരിശോധനയും വൈകുകയാണ്. പല്ല്, നഖം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ ആളുകൾ തങ്ങളുടെ ബന്ധുക്കളെ കാണാനില്ലെന്ന പരാതിയുമായി സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വിമാനത്തിന്റെ കൂടുതൽ അവശിഷ്ടങ്ങൾക്കായും പരിശോധന നടക്കുന്നുണ്ട്. എയർ ഇന്ത്യ CEO കാംപെൽ വിൽസൺ സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. റെസിഡന്റ് ഡോക്ടർമാർ താമസിക്കുന്ന അതുല്യം ഹോസ്റ്റലിൽ ഉച്ചഭക്ഷണത്തിനെത്തിയ സമയം വിമാനം തകർന്നതോടെ കെട്ടിടമാകെ തീ പടർന്നിരുന്നു. പുറത്തിറങ്ങാൻ വഴി കാണാത്തതോടെ ജീവൻ രക്ഷിക്കാൻ മുകളിലത്തെ നിലയിൽ നിന്ന് പലരും ചാടുന്നുണ്ടായിരുന്നു. കാലൊടിഞ്ഞുവെങ്കിലും ജീവൻ രക്ഷിക്കാനായി എന്ന് ഗുജറാത്ത് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 24-കാരിയായ ഫാർമസിസ്റ്റ് അമീഷ ഹിർപാർ പറഞ്ഞു. സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അമീഷ. ഇത്തരത്തിൽ കെട്ടിടത്തിൽ നിന്ന് നിരവധി പേർ താഴേക്ക് ചാടിയും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വൻ ദുരന്തം രാജ്യത്തെ നടുക്കത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. മരിച്ച എല്ലാ മനുഷ്യരുടെയും കുടുംബാംഗങ്ങൾക്കൊപ്പം രാജ്യം മുഴുവൻ ഒന്നിച്ചു നിൽക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.